ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളം പള്ളികൾ പണിയുന്നുണ്ട്, വലിയ പള്ളികൾ പണിയുന്നുണ്ട്. ഇനി 5, 10, 15 വർഷം കഴിഞ്ഞാൽ ഈ പള്ളികളിൽ എത്ര പേര് കാണും? ഇപ്പം തന്നെ മിക്കവാറും പള്ളികളിൽ പ്രായമായവർ മാത്രമേ ഉള്ളൂ, പിള്ളേരൊന്നുമില്ല. ശരിയാണോ? ആണോ? അതെ. ഒരു 15 വർഷം കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതി വളരെ കഷ്ടമായിട്ട് മാറാൻ പോവുകയാണ്. ഇതിന് ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ ഇനിയെങ്കിലും നമ്മുടെ യുവതലമുറ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം. ഇവിടെ തന്നെ പിടിച്ചു നിന്ന് ഇവിടെ ജീവിച്ച് മക്കൾക്ക് ജന്മം കൊടുത്ത് ഒക്കെ അതൊക്കെ ഒരു സ്വപ്നം മാത്രമായിട്ട് മാറുകയാണ്. ഓരോ രാജ്യങ്ങളുടെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ് ആത്മീയ കാര്യങ്ങളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇതിന് ഒരു മാറ്റം വരണമെങ്കിൽ ദൈവം തന്നെ വലിയ രീതിയിൽ ഇടപെട്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ ഈ ഭൂമിയുടെ മേൽ, ക്രൈസ്തവ സമൂഹത്തിന് മേൽ ഉണ്ടായാലേ കാര്യമുള്ളൂ. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറയരുത്. നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറയരുത്. ഇത് അപകടകരമായ ഒരവസ്ഥയിൽ ക്രൈസ്തവ സമൂഹം എണ്ണം കുറഞ്ഞു പോയി. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ വരും കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നമ്മളതിന് കഷ്ടത അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ ആളുകൾ ധാരാളം UK ഉണ്ട്, ധാരാളം മലയാളികൾ ഉണ്ട്. UK സ്ഥിതിയൊക്കെ എന്താ, വളരെ മോശമാണ്. കാനഡ, എവിടെ ചെന്നാലും എല്ലാവരും ജീവിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ വരുന്ന ഒരു 10 അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോഴത്തേക്കും UK വല്ലാത്തൊരവസ്ഥയിലാവും. ഇപ്പം തന്നെ ഉണ്ട് 21 നഗരസഭകളിൽ അവിടുത്തെ പ്രബല സമുദായമാണ് ഭരിക്കുന്നത്. ചിലയിടത്തൊക്കെ ശരിയത്ത് നിയമമായെന്നാണ് പറയുന്നത്. UK ചിലയിടത്തുനിന്ന് കയറാനൊക്കത്തില്ല, ആ സ്ഥിതിയായി. ഒരു സംശയവുമില്ല, ഒരു 10 വർഷത്തിനുള്ളിൽ UK മതപീഡനം ആരംഭിക്കും. ഇവിടുന്ന് അവിടെ പോയി ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ മതപീഡനത്തിന് ഇരയാകുന്ന കാലം വരാൻ പോവുക. UK കുറിച്ചു വെച്ചോ നിങ്ങൾ, നടക്കാൻ വന്നു വരിക. UK സംഭവിക്കാൻ പോവുക. ലെബനോനിലും ഐലയിലൊക്കെ സംഭവിച്ചത് UK സംഭവിക്കും, പിന്നെ കാനഡയിൽ സംഭവിക്കും. പല രാജ്യങ്ങളിലും ഇതൊക്കെ വരാനായിട്ട് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം ഒരു വല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ ലോകത്തിന് മുഴുവൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ശക്തമായിട്ട് ലോകത്തിൻ്റെ മേൽ ദൈവ കരുണ ഒഴുകാൻ പ്രാർത്ഥിക്കണം. ക്രൈസ്തവ സമുദായത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ ഇടപെടലുണ്ടാവണം. യുവതി യുവാക്കന്മാർ വിശ്വാസ ജീവിതത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ആ സമയത്ത് എനിക്ക് ബാൾട്ടിമോർ എന്ന സ്ഥലം, വാഷിങ്ടണിലാണ്, ബാൾട്ടിമോറിൽ സീറോ മലബാർ പള്ളിയിൽ ധ്യാനമുണ്ടായിരുന്നു. വെള്ളി ശനി ഞായർ 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞു. അപ്പം അച്ഛനോട് പറഞ്ഞു, ബ്രദറെ ഒരു വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം. അവിടെ ധ്യാനം കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞനുസരിച്ച് ഒരു വീട്ടിൽ എൻ്റെ അടുത്ത ട്രസ്റ്റി എന്നെ കൊണ്ടുപോയി. ഒരു അമ്മയും മകളും, അപ്പൻ ജോലിക്ക് പോയിരിക്കുകയാണ്. അവർക്ക് 2 മക്കളേ ഉള്ളൂ. മൂത്ത മകൻ, അവന് ഒരു മുറിക്കകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഡബിൾ സ്റ്റോറി വീടാണ്, 2 നില വീടാണ്. അതിൻ്റെ മുകളിലത്തെ ഒരു മുറിക്കകത്താണ് അവൻ 2 വർഷമായിട്ട്. ഏതെങ്കിലും സമയത്ത് ഇറങ്ങി വന്ന് അടുക്കളയിൽ കയറി എന്തെങ്കിലും ഭക്ഷണം എടുക്കും, ഇച്ചിരി കഴിക്കും, കയറിപ്പോവും. അവിടെ മുറിക്കകത്ത് തന്നെ കമ്പ്യൂട്ടർ, മൊബൈൽ, രാപകൽ ഇതുമായിട്ടുള്ള ജീവിതമാണ്. പകൽ ഉറക്കം, വല്ല ഭക്ഷണം കിട്ടിയാൽ കഴിക്കും. 2 വർഷമായി. മയക്കുമരുന്നൊക്കെ അടിമയായി, കഞ്ചാവും ലഹരിയൊക്കെ അടിച്ചങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ. 22, 23 വയസ്സ് പ്രായമുണ്ടവന്. ഞാൻ അവിടെ ചെന്നു. അപ്പം ഇരിക്കാൻ പറഞ്ഞിരുന്നു. ഓപ്പോസിറ്റ് അവരും സെറ്റിയിലിരിക്കുകയാണ്. ആ ചേച്ചി പറഞ്ഞു, മകൻ ഇറങ്ങി വരത്തില്ല, വിളിച്ചാൽ ഇറങ്ങി വരത്തില്ല, അങ്ങോട്ട് കയറി ചെല്ലാൻ ഒക്കുകയെന്ന് പറഞ്ഞു. 2 വർഷമായി മുറിക്കകത്ത് തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം ഇടപെടട്ടെ. ആ കുടുംബം വലിയ കണ്ണുനീരില്ല ഈ മകൻ്റെ ഈ അവസ്ഥയിൽ. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇവരും
പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി, ആ അമ്മയും മോളും കൂടെ എന്നെ കൂടെ സ്തുതിക്കാൻ കൂടി. ഞാനിങ്ങനെ കുറച്ചേരം സ്തുതിച്ചിട്ട് ഈ മകനെ ദൈവകരങ്ങളെ കുറിച്ച് കൊടുത്തിട്ട് യേശുവിൻ്റെ നാമത്തിൽ അവനെ ബന്ധിച്ചിരിക്കുന്ന പിശാച് വിട്ടുപോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ അവനെ സമർപ്പിച്ച് ഞാൻ താഴെ ഇരിക്കുകയാണ്. ഇതിങ്ങനെ ബന്ധിച്ച് യേശുവാത്തി പ്രാർത്ഥന വീട് മൊത്തം സമർപ്പിച്ച് ഇവനെ സമർപ്പിച്ച് അവനെ ബന്ധിച്ച പിശാചിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കുറേ സമയം ഞങ്ങൾ നിൽക്കുന്നൊരു അരമണിക്കൂറെങ്കിലും അവിടെ നിന്നൊരു വർഷിപ്പ് നടത്തി. എന്നിട്ട് ഞാൻ കണ്ണ് ഇങ്ങനെ തുറന്നിട്ട് അപ്പോൾ എനിക്ക് അവിടെ ആരുണ്ടെന്ന് എനിക്ക് നോക്കുമ്പോൾ ആ സ്റ്റെപ്പിൻ്റെ ഏറ്റവും താഴെ വന്ന് ഒരാൾ ഇങ്ങനെ നോക്കി നിൽക്കുക. അവന്. ഞാൻ പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, ഇവിടെ വരാൻ പറഞ്ഞു, കമോൺ ഇവിടെ വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാനൊരു ആത്മാവിൻ നിറഞ്ഞിട്ട് ഇവിടെ വരാൻ പറഞ്ഞു. നടന്ന് ഒരു കുഞ്ഞാടിനെ പോലെ നടന്നിങ്ങനെ വരിക. ഞാൻ പറഞ്ഞു, സിറ്റ് ഡൗൺ, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു കസേരയിൽ. അവിടെ ഇരുന്നു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അവൻ്റെ തലോട്ട് കൈവച്ച് ഒരൊറ്റ പ്രാർത്ഥന, ശരിക്കും ഒരു ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ശരിക്കൊരു ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ ഫ്രീ ആയി. അവൻ്റെ മുഖത്തൊരു ചിരിയായി, സന്തോഷമായി. ഹല്ലേലൂയ. അവനോട് ഞാൻ വർത്താനം പറഞ്ഞു. അപ്പോഴത്തേക്ക് അവൻ്റെ അപ്പൻ വന്നു. പിന്നെ എന്നെ പള്ളിക്ക് കൊണ്ടുവിട്ടു. എന്നിട്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഒരു രാത്രി ഒരു 9 മണിയായപ്പോൾ ആ വീട്ടിൽ ഫോൺ വന്നു. എന്നോട് ഇവന് സംസാരിക്കണം. വീഡിയോ കോൾ വിളിച്ചു. ഞാൻ അവനോട് സംസാരിച്ചു. അവൻ പറഞ്ഞു പിറ്റേ ദിവസം എന്നെ ഒന്ന് കാണാമെന്ന് വെച്ചു. പിറ്റേ ദിവസം ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ സമയമില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അവൻ്റെ മേലെ ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൾ പൈശാചിക ബന്ധനത്തിലായിരിക്കുന്ന ധാരാളം യുവാക്കന്മാരുടെ ഈ അവസ്ഥയിലൊക്കെ ആയിരിക്കുന്നവർ. 2 വർഷമായിട്ട് മുറിക്കകത്ത് തന്നെ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ ഇറങ്ങി വരിക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അവർ ഭയങ്കര വിഷമത്തിൽ. ഒറ്റ ആന്തരിയുള്ളൂ. അതാ ഞാൻ പറഞ്ഞിരുന്നത്, ആൺമകൻ ഒരാളുള്ളൂ. ഇവന് ഈ അവസ്ഥയാണ്. ഇനി US ചെന്നാൽ 35, 38, 40, 42 വയസ്സുള്ള ആണും പെണ്ണും ഒന്നും കല്യാണം കഴിച്ചിട്ടില്ല ഒത്തിരി കുടുംബങ്ങളിൽ. കഴിഞ്ഞ ഒരു ജനറേഷനിൽ മിക്കവാറൊന്നും കല്യാണമൊന്നും കണ്ടിട്ടില്ല. എല്ലാം ഇങ്ങനെ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെയും നമ്മുടെ ജനസംഖ്യ കുറയുന്നു എന്നുള്ളതാണ്. അത് എവിടെ നമ്മുടെ ജനസംഖ്യ, നമ്മുടെ എണ്ണം കുറയുന്നോ അവിടെ നമ്മുടെ പരാജയം ആരംഭിക്കുകയാണ്. വചനം എന്താ പറഞ്ഞത്? ഉൽപ്പത്തി 1:28, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. നിങ്ങൾക്ക് സന്താന പുഷ്ടി ഉണ്ടാവണം, നിങ്ങൾ പെരുകണം എന്നാ പറയുന്നത്. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. നമ്മുടെ കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം കുറഞ്ഞു പോയതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം US അറ്റ്ലാന്റ എന്ന സ്ഥലത്ത് ഒരു ധ്യാനം നടക്കുക. നോമ്പിൻ്റെ സമയത്താണ്. ഹീലിംഗ് പ്രയറിൻ്റെ സമയത്ത് കർത്താവ് ഒരു മെസ്സേജ് നൽകി. ഹാർട്ടിൻ്റെ വാൽവിന് ദ്വാരമുള്ള ഒരാളെ കർത്താവ് തൊടുന്നു. ഞാൻ ഈ മെസ്സേജ് അനൗൺസ് ചെയ്തു. ഒരു സഹോദരി കരവിട്ട് പിടിച്ചു. ഞാൻ കയറി വരാൻ പറഞ്ഞു. സ്റ്റേജിൽ വന്നു. ഒരു പറഞ്ഞു നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു വാൽവിന് ദ്വാരമുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. അവൾ ആ സമയത്ത് അവിടെ ഈ ഭാഗത്തേക്ക് എന്തോ ഒരു വലിയ ദൈവശക്തി ഇറങ്ങി വന്നൊരു സ്പർശനം അവൾക്കുണ്ടായി എന്ന് പറഞ്ഞു. ശരീരമൊക്കെ വിറയ്ക്കുന്നൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടായി. ഞാൻ ചോദിച്ചു, വീട്ടിലാരൊക്കെയുണ്ട്? ഭർത്താവുണ്ട്. മക്കളോ? 9 മക്കൾ. അടിപൊളി, 9 മക്കൾ. ഞാൻ ചോദിച്ചു, മക്കളൊക്കെ എന്ത് ചെയ്യും? 8 പേര് പറയലുണ്ട്. മോള് കോളേജിൽ പോയിരിക്കുകയാണ്. ഞാൻ സ്റ്റേജെ വിളിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചു. ഭർത്താവും മക്കൾ സ്റ്റേജെ വരാൻ പറഞ്ഞു. 8 മക്കളും ഭർത്താവിടെ സ്റ്റേജെ വന്നു. ഞാൻ മൈക്ക് ഭർത്താവിന് കൊടുത്തു. ഞാൻ ചോദിച്ചു, എന്താണ് ഇത്രയും മക്കളെ സ്വീകരിക്കാൻ കാര്യം? അണ്ണെ പറഞ്ഞു, ഞങ്ങൾ 2 പേരും ജീസസ് യൂത്തിൽ കോളേജിൽ പഠിക്കുന്ന കാലം വരെ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തകരാണ്. അപ്പം മക്കൾ കൂടുതൽ വേണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. 9 മക്കൾ. അതിൽ 6 പെണ്ണും 3 ആൺപിള്ളേരും. ഇനി മകൻ പങ്കുവെച്ചു, ബ്രദറെ ഞാനും എൻജിനീയറാണ്, വൈഫ് എൻജിനീയറാണ്. പക്ഷേ എനിക്കിഷ്ടം എൻ്റെ നാട് ഹൈ റേഞ്ചാണ്. അപ്പം കൃഷിയിലാണ് എൻ്റെ അപ്പനും അമ്മയ്ക്കും കുടുംബക്കാർക്കൊക്കെ താല്പര്യം. അതുകൊണ്ട് ഞാനിവിടെ എല്ലാം വിറ്റുപെറുക്കി ഒരു 100 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട്. 100 ഏക്കർ അറ്റ്ലാന്റയിൽ 100 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട്. പിള്ളേരെ ആരെ സ്കൂളിൽ വിടുന്നില്ല. എല്ലാം ഹോം സ്കൂളിംഗ് ആണ്. പരീക്ഷ എഴുതാൻ മാത്രം കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ. ഹോം സ്കൂളിങ്. അവർ 10 ഫാമിലികൾ, ജീസസ് യൂത്തിൻ്റെ ഫാമിലി ഒന്നിച്ച് എല്ലാ ആഴ്ചയും പ്രാർത്ഥനയുണ്ട്, വചനം പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് അവർ ജീവിക്കുകയാണ്.
100 ഏക്കർ സ്ഥലം മേടിച്ചു, അവിടെ നല്ലൊരു വീട് പണിയുന്നുണ്ട്, പിന്നെ കൃഷി ചെയ്യാനാണ് താല്പര്യം എന്നൊക്കെ അവിടെ ആ മകൻ സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. 9 മക്കൾ ഇനിയും കർത്താവ് കൊടുത്താൽ കുഞ്ഞിനെ സ്വീകരിക്കാൻ റെഡിയാണ്. അവർക്ക് ഒരു തടസ്സമില്ല. ഈ ഒരു മനസ്സാണ് ഇവിടെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്, യുവതികൾക്ക് ഉണ്ടാവേണ്ടത്. ഈ മനസ്സ് വരാതെ ക്രൈസ്തവ സമൂഹം ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇപ്പം 1ഉം 2ഉം ഉണ്ടായിരുന്നു. ഒന്നി പഠിപ്പിച്ചു, അയർലൻഡ്, UK അതിലെ ഇതിലേക്ക് പോയി. ഇപ്പം വീട്ടിൽ പ്രായമുള്ള അപ്പനും അമ്മയും തന്നെയായി. ശരിയാണോ? അപ്പനും അമ്മയും തന്നെയുള്ളൂ. വെള്ളം കൊടുക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയായി. ഇതൊരു വലിയ ദുരന്തമാണെന്നേ. അങ്ങനെ അതാണ് ഞാൻ പറയുന്നത്. ഒരു 5-8 മക്കളുണ്ടെങ്കിൽ ഒരു 4-5 വിദേശമൊക്കെ പോകട്ടെ, ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ കുടുംബത്താളായില്ലേ? ഇല്ലേ? അതായിരുന്നു നല്ലത്. ഇനി മക്കളെയൊക്കെ ഓർത്തിങ്ങനെ വീട്ടിൽ പ്രായവുമായി ഇങ്ങനെ ഇരിക്കുക സങ്കടകരൊരവസ്ഥയാണ്. അനേകം മാതാപിതാക്കൾക്ക് ഒത്തിരി വിഷമാണ്. മക്കളൊക്കെ പുറത്താണ്, ഒന്നും നോക്കാനും ആരുമില്ല, അങ്ങനെയൊക്കെ ഒത്തിരി ഭാരപ്പെടുന്നുണ്ട്. ഒരു വലിയ വേദന നിറഞ്ഞൊരവസ്ഥയാണ്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പം മക്കളുടെ എണ്ണം കുറയ്ക്കരുത് എന്നുള്ള വലിയ ഒരു സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളണം. നിങ്ങളുടെ മക്കളോടും ഒക്കെ പറയണം, ധാരാളം മക്കളെ വേണം എന്നുള്ള ഒരു ചിന്ത കൊടുക്കണം. മക്കളെ പ്രസവിക്കാനും അവരെ വളർത്താനും സഹോദരിമാർ കഷ്ടപ്പെടണം. അല്ലാതെ എളുപ്പമല്ല, നല്ല കഷ്ടപ്പാടുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട്. അതിന് ഒന്ന് തയ്യാറായെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. വിവാഹത്തിലൂടെ, വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മക്കളുടെ ജനനവും അടുത്ത തലമുറകളും പിന്നെ അവരുടെ വിവാഹവും അവരുടെ ജീവിതമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഇനി നമ്മുടെ കുടുംബത്തിൽ നമ്മൾക്ക് മക്കൾ മാത്രം പോരല്ലോ, മക്കളെ നമ്മുടെ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതം, വിശ്വാസ പാരമ്പര്യങ്ങൾ, നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വചനത്തിലുമൊക്കെ മക്കളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ പാരമ്പര്യങ്ങളെ നമ്മുടെ മക്കളിൽ കൊടുത്തുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ അടുത്ത ഒരു തലമുറയില്ല. അവിടാണ് വിഷയം. അടുത്ത ഒരു തലമുറ വിശ്വാസ ജീവിതത്തിൽ ഇല്ലാതെ പോകും. നമ്മുടെ മക്കൾക്ക് വിശ്വാസമുണ്ടെങ്കിലേ അവർക്ക് ജനിക്കുന്ന മക്കളെ അവർ വിശ്വാസത്തെ വളർത്തുകയുള്ളൂ. ഇന്ന് അനേകം യുവതിവാക്കന്മാർക്ക് പള്ളി പോകാൻ താല്പര്യമില്ല, കുമ്പസാരിക്കാൻ താല്പര്യമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം സോഷ്യൽ മീഡിയയിലൂടെ അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ശരിയല്ലേ? ആണോ? അതെ. സഭയെക്കുറിച്ച്, വൈദികരെക്കുറിച്ച്, സന്യസ്തരെക്കുറിച്ച് എല്ലാം മോശമായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ട് യുവതി യുവാക്കന്മാർക്ക് ഇപ്പം പള്ളിയും വേണ്ട, കുമ്പസാരവും വേണ്ട, അവർക്കതിന് ന്യായീകരണങ്ങൾ പറയാനുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് വളരെ അടുത്തറിയാവുന്നൊരു ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അവർ +2 പഠിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ മകൻ്റെ കൂട്ടുകാരിൽ എല്ലാവരും പഠിച്ചു, എല്ലാവരും ജോലിയുണ്ട്, പക്ഷെ ഒറ്റ ഒരാൾ പോലും വിശ്വാസമില്ല. എന്നോട് സംസാരിച്ച മകന് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പറയട്ടെ, എൻ്റെ കൂട്ടുകാർ ഒറ്റ ഒരാൾ പോലും അവർക്ക് വിശ്വാസമില്ല. കല്യാണം പള്ളി വെച്ച് കഴിച്ചു, പക്ഷെ അവർക്ക് വിശ്വാസമില്ല, പള്ളി പോകത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ഒരു കാര്യങ്ങളുമില്ല. അവൻ പറയണം, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഇന്ന് വല്ലാതെ പടർന്നിരിക്കുകയാണ്. അവിശ്വാസത്തിൻ്റെ ആ ദുരാത്മാവ് ഇവിടെ മാത്രം ലോകമെമ്പാടും ഉണ്ട് കേട്ടോ. കണ്ടുമാനം യുവതിവാക്കന്മാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് അവർ ലോകത്തിൻ്റെ ഒരു ജീവൻ നയിക്കുകയാണ്. അത് നമുക്ക് ലഭിച്ച ഈ വിശ്വാസത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അവർക്ക് ക്രിസ്തു ഒരു അനുഭവമായിട്ട് മാറണം. ഇനി ഈ യുവതിവാക്കന്മാർക്ക് വിശ്വാസമില്ലാത്തതിൻ്റെ കാരണം എന്താ? അവർക്ക് ദൈവാനുഭവമില്ല. ദൈവാനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ യേശു ക്രിസ്തുവിൽ നിലനിൽക്കത്തുള്ളൂ. യേശുവിൽ
നിലനിൽക്കണമെങ്കിൽ ഒരു ശക്തമായ ദൈവാനുഭവം ഉണ്ടാവണം. ഹല്ലേലൂയ. ഞാൻ 37 വർഷമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായി, ഒരു ക്രിസ്തു അനുഭവം ഉണ്ടായി. അതുകൊണ്ട് ആഗ്രഹം മരണം വരെ സുവിശേഷം പ്രസംഗിക്കുക, ഇതെൻ്റെ തീരുമാനമാണ്. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ഒരു ശക്തമായ അനുഭവം ഉണ്ടായി, ഒരു ദൈവിക അനുഭവം ഉണ്ടായി, ഒരു ശക്തമായ ഒരു ക്രിസ്തു അനുഭവം എനിക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പുറകോട്ട് പോകത്തില്ല. നമ്മുടെ യുവതി യുവാക്കന്മാർക്ക് യേശു അനുഭവം ഇല്ല, യേശുവിനുമായിട്ടൊരു എൻകൗണ്ടർ സംഭവിച്ചില്ല, ഒരു കണ്ടുമുട്ടൽ ഉണ്ടായിട്ടില്ല. ആ കണ്ടുമുട്ടലിൽ ഒരനുഭവം ഉണ്ടായി എങ്കിൽ മാത്രമേ അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്കൊരു യേശു അനുഭവം ഉണ്ടാവണം. കൈതാളമോടെ ഇന്നും കരഘോഷമോടെ